ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് കിച്ചൻ. നമ്മൾ 1 വീക്കിന് ശേഷം വീണ്ടും പുതിയൊരു ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് അയിലപ്പാര പൊള്ളിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഒരു ഹാഫ് ഉള്ളി അരച്ചെടുത്തിട്ട് നമുക്ക് മീനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മീനിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ തവായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലിൽ നമുക്ക് മാരിനേറ്റ് വെച്ച ഫിഷ് നമുക്കിതിലിങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കണം. നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് 2 സൈഡ് ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. ഞാൻ അവിടെ 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൽ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് മറിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലൊക്കെ നമുക്ക് ഫിഷിൻ്റെ മേലിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.